സ്വന്തം ഭാര്യയുടെ സ്വർണം പണയം വെച്ച് 65 ലക്ഷം രൂപ കണ്ടെത്തി ഒരു കൂട്ടം കുട്ടികളെ ഫുട്ബോൾ കളിക്കുവാൻ വേണ്ടി യൂറോപ്പിലേക്ക് രഞ്ജിത്ത് പറഞ്ഞയക്കുന്നു. പലരും അദ്ദേഹത്തെ കളിയാക്കി ഈ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് പറഞ്ഞു. പക്ഷേ മാസങ്ങൾക്ക് ശേഷം ആ കുട്ടികൾ മടങ്ങി വന്നത് വെറും കൈയോടെയല്ല. യൂറോപ്പിലെ വമ്പന്മാരെ അവരുടെ മണ്ണിൽ തന്നെ മുട്ടുകുത്തിച്ച് ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച് കിരീട നേട്ടങ്ങളുമായാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ച മൈതാനങ്ങളുടെ കുറവോ കുട്ടികൾക്ക് കഴിവില്ലാത്തതോ കൊണ്ടോ അല്ല, മറിച്ച് ശരിയായ പിന്തുണയും അവസരങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് എന്നുറച്ച് വിശ്വസിക്കുന്ന ആളാണ് മുൻ യൂത്ത് ഇന്റർനാഷണൽ ഫുട്ബോൾ താരവും പ്രമുഖ കായിക സംരംഭകനുമായിട്ടുള്ള രഞ്ജിത്ത് ബജാജ്. അതിനാൽ തന്നെ വടക്കേ ഇന്ത്യയിലെ ഫുട്ബോൾ സംസ്കാരം വീണ്ടെടുക്കുവാനും അന്താരാഷ്ട്ര നിലവാരമുള്ള യുവ പ്രതിഭകളെ വളർത്തിയെടുക്കുവാനും മിനർവ എന്ന പേരിൽ ഒരു റെസിഡൻഷ്യൽ അക്കാദമി രഞ്ജിത്ത് ആരംഭിക്കുന്നു. ഈ മിനർവ അക്കാദമിയിലെ അണ്ടർ 14 വിഭാഗം കുട്ടികൾക്ക് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ യൂത്ത് ടൂർണമെന്റുകളായിട്ടുള്ള ഗോദിയ കപ്പ്, ഡാന കപ്പ്, നോർവേ കപ്പ് എന്നിവയിലെല്ലാം തന്നെ മത്സരിക്കുവാൻ ക്ഷണം ലഭിക്കുന്നു. എന്നാൽ അത്രയും കുട്ടികളെയും സ്റ്റാഫിനെയും യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ വലിയൊരു തുക ആവശ്യമായിരുന്നു. ഒരു വലിയ സ്പോൺസറിനെ കണ്ടെത്താൻ രഞ്ജിത്ത് പരമാവധി ശ്രമിച്ചുവെങ്കിലും ആരും തന്നെ മുൻപോട്ട് വന്നില്ല. കുട്ടികളുടെ വലിയൊരു സ്വപ്നം തന്നെ അവിടെ വെച്ച് അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷെ രഞ്ജിത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ വലിയൊരു അവസരം പാഴാക്കാൻ ഒട്ടും തന്നെ സമ്മതിച്ചില്ല. അവർ ഒരു തീരുമാനമെടുത്തു. തങ്ങളുടെ സ്വർണം മുഴുവൻ അങ്ങ് പണയം വെക്കാം, എന്നിട്ട് ആ പൈസ കൊണ്ട് കുട്ടികളെ അയക്കാം. ഒരു ബിസിനസ് ലാഭത്തിനോ പ്രശസ്തിക്കോ വേണ്ടി ആയിരുന്നില്ല അവർ അത് ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലെ കുട്ടികൾക്ക് ലോകവേദിയിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ വലിയൊരു ത്യാഗത്തിന്റെ ഫലം കളിക്കളത്തിൽ ആ കുട്ടികൾ കാണിക്കുന്നു. ഡാന കപ്പിൽ വെറും 7 മത്സരങ്ങളിൽ നിന്നായി 100-ലധികം ഗോളുകൾ വാരിക്കൂട്ടി അവർ കിരീടം നേടി. കൂടാതെ ഗോദിയ കപ്പിലും നോർവേ കപ്പിലും അവർ കിരീടം സ്വന്തമാക്കി. അതിന്റെ തുടർച്ചയായിട്ടാണ് അടുത്തിടെ ഫിൻലാൻഡിൽ വെച്ച് നടന്ന പ്രശസ്തമായ ഹെൽസിങ്കി കപ്പിലും മിനർവ അക്കാദമി ചാമ്പ്യന്മാരായത്. കോടികൾ മറിയുന്ന വിദേശ ലീഗുകളെ നമ്മൾ വാഴ്ത്തിപ്പാടുമ്പോൾ ഇന്ത്യയിൽ ഇതുപോലുള്ള വിപ്ലവങ്ങളും ജനിക്കുന്നുണ്ട്. കോടീശ്വരന്മാരായിട്ടുള്ള സ്പോൺസർമാരില്ലെങ്കിലും നെഞ്ചുറപ്പുള്ള ഒരു മനുഷ്യൻ ഇതുപോലെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും ലോകം കീഴടക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് മിനർവ അക്കാദമി.